അപ്പോൾ നമ്മളിന്ന് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്ന അണ്ടർ വാട്ടർ അക്വേറിയം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം നമുക്ക് വെൽക്കായിട്ട് അവിടെ തന്നെ ഒരു കുതിരയൊക്കെ നിൽക്കുന്നുണ്ട്. ഞാനും അമ്മയും പാപ്പൻ്റെ മോളും കൂടിയാണ് വന്നത് കേട്ടോ. 120 രൂപയെ ടിക്കറ്റ് ഉള്ളൂ. 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ അവളെയും കൂട്ടി വരാച്ചു. ഇതൊരു വലിയ മത്സ്യത്തിൻ്റെ വായൻ്റെ ഉള്ളിൽ കൂടി ആട്ടോ പോകണം. അടിപൊളിയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളോട്ട് കയറുമ്പോൾ കുറേ കിളികളുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ കുറേ കിളികളുണ്ട്. പക്ഷേ പെട്ടെന്ന് ഞാൻ ഒന്നിനെയും കണ്ടിട്ടില്ല. ഒക്കെ ആ സൈഡിലേക്ക് പോകുന്നു. അപ്പം എനിക്ക് തോന്നുന്നു കുറേ ദിവസം എല്ലാവരും കണ്ട് പേടിച്ച് പോയിട്ടുണ്ടാവും എല്ലാം കൂടി. ആദ്യം ഫുഡ് കൊടുക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും അവിടെ ഇരിക്കുക, അങ്ങനെ വരുന്നില്ല കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ താഴേക്ക് വരാൻ തുടങ്ങി. പിന്നെ നല്ല ഭംഗിയുള്ള കിളികളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പോയി നിന്നിട്ട് കുറേ ടൈം കണ്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഇവൾ ഇതിൻ്റെ മുന്നേ പോയതിനെ കൊണ്ട് അവൾ അങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുക എന്ന് അവളെ കുറേ നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ഫോക്കസ് ചെയ്ത് ഇവളെ കിട്ടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് കളറാക്കാമല്ലോ വിചാരിച്ചു. പക്ഷേ മുപ്പത്തി തിരിഞ്ഞ് പോലും നോക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കൊക്കെ നോക്കിയാണ് നിൽക്കുകയാണ്. പിന്നെ താഴെ വന്നിരുന്ന ഇവർക്ക് ഞാൻ താഴെ നിന്ന് ഫുഡൊക്കെ എടുത്ത് കൊടുത്ത്. അങ്ങനെ ആർക്കും ഫുഡ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ എല്ലാവരും എത്ര മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവർക്ക് ഞാൻ താഴെ നിന്ന് ഫുഡൊക്കെ കൊടുത്ത് അവൾ കഴിക്കുന്നുണ്ട്. വലിയ ഡിമാൻഡൊന്നും കൂടാണ്ട് കഴിക്കുന്നുണ്ട്. ഞാൻ രണ്ടാമത് എടുത്ത് കൊടുത്തപ്പോൾ അവൾ വന്ന് പിന്നെയും നല്ലോണം ഇരുന്ന്. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളികളിപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക, താഴെ നിൽക്കുന്ന ആളെ പെട്ടെന്ന് എടുത്തിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ എല്ലാവരും കൂടി വന്ന് നിങ്ങൾക്കൊരു തുള്ളി സമയം തരില്ല. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് ഫുഡ് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്ക് അവൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, എനിക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം എല്ലാം അവളെയും കൂടി ഒന്ന് പൊക്കി പിടിച്ചിട്ട് നമുക്ക് ഫുഡ് അവിടെ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നിലത്തുള്ളത് ഞാൻ എടുത്തിട്ട് കൊടുത്താണ്. അങ്ങനെ അവളും കൊടുത്ത് അമ്മയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ കുറേ മീനുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ പേരൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിന്. ഞാനൊന്ന് വായിച്ചു നോക്കിയില്ല. ഞാൻ എല്ലാവരും കണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നോക്കി നിന്നതാണ്. നമ്മൾ ഈ കോഴീനെ കണ്ടില്ല, പച്ചയും നീലയും മഞ്ഞയും കളറൊക്കെ ഉള്ള കോഴീൻ്റെ അവിടെ അടിപൊളിയായിട്ടൊരു തത്ത ഉണ്ടായിരുന്നു. എനിക്ക് അതാണ് ഏറ്റവും വലിയ ഇഷ്ടമായത്. നല്ല രസമുള്ള ഒരുവിധം എല്ലാ കളറും ഉണ്ട് മുപ്പതിൻ്റെ മേൽ. അതാണ് സംഭവം. പിന്നെ ഇതിലുള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവരൊക്കെ തിരിഞ്ഞൊക്കെ നിൽക്കുക. പിന്നെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് വേണം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാമ്പ്, പെരുമ്പാമ്പാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടത് ഏതൊരു ടൈപ്പ് പാമ്പാണ്. ഞാൻ ഒരു പാമ്പിനെ മാത്രമേ ഞാൻ അതിൽ കണ്ടുള്ളൂ. അപ്പോൾ ഒരു പറഞ്ഞാൽ കയ്യിലൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാം. പക്ഷേ ചില്ലുംകൂട്ട് അതിനെ പുറത്തെടുക്കാൻ പോയിട്ട് എടുത്തു തന്നെ കാണുമ്പോൾ ഒക്കെ പേടിയാവുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് പേര് കിട്ടുന്നില്ല. അതാട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ നമ്മളൊരു അണ്ണാനെ കണ്ടിട്ട്, ഞാൻ ഇതുവരെ നമ്മളെ നോർമലായിട്ട് കണ്ട അണ്ണാനെ കണ്ടിട്ടുള്ളൂ. കറുപ്പും വെള്ളയൊന്നും അണ്ണാനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഇവളെയാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം എനിക്ക് തോന്നുന്നു അവൾ എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളർ ഒരു ബ്ലൂ കളർ ആയതിനെക്കൊണ്ട് അവൾ അതിൽ കയറി പിടിക്കാനുള്ള പരിപാടിയാണ്. അവൾ കുറേ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കൊത്തി നോക്കുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവരൊരു കുറേ ഉണ്ട്. ഇവൾ താഴെ ഇറങ്ങി നിന്നിട്ട് ഇവളാണ് ബാക്കിയുള്ളവരോടൊക്കെ പരാക്രമം. അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടില്ല. ശരി, എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കിളിയിൽ വരുന്നത് എനിക്ക് ഈ ഒരു സംഭവത്തിനാണ് എനിക്ക് ഇഷ്ടമായത്. എന്നെ കൊത്താനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ അത് വെച്ച് കഴിഞ്ഞു. പിന്നെ എല്ലാവരും അവിടെ ഇരുന്ന് എന്താ മുഖം മറിച്ചിരിക്കുകയാണ്, എന്താ സങ്കടമായിട്ടാണേ ഇരിക്കും. എല്ലാവരും വന്നതിൻ്റെ സങ്കടം, അല്ലെ ഓളെ മാത്രം മൈൻഡ് ചെയ്യുന്നതിൻ്റെ സങ്കടമായിട്ടാണായിരിക്കും. അവർ മൈൻഡ് ചെയ്യാണ്ട് എല്ലാവരും ബാക്കിയുള്ളവർക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മോളിൽ നിന്നൊന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മോളിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വന്ന് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് വേറെ വീട്ടിൽ പിന്നെ ഇങ്ങനത്തെ കുറച്ചൊരു ഇതിന് എന്ത് കളറാന്ന് വരുന്നതെന്നില്ല. ഒരു സ്കൈ ബ്ലൂ കളർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ വലിയൊരു അവാർഡ് പടം പോലെയാണ് അവർ രണ്ടാളും ഇരിക്കുന്നത്. പിന്നെ കുറച്ച് കുഞ്ഞു മീൻ, എത്രയോ മീനുള്ളൂ എന്നുള്ളതില്ല. പക്ഷെ ഉള്ളോട്ട് പോയപ്പം അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ഈ കളർ തന്നെയാണ്. നമുക്കൊരു പേർപ്പിൾ കളർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്കൈ ബ്ലൂ ആണ്, ഒരു മിക്സ് ആയിട്ട്. പിന്നെ എനിക്ക് ഫിഷിൽ ഇഷ്ടമായത് ഇവരെ കേട്ടോ. ഇവർ അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. ഇത് പിന്നെ നമ്മളെ ചെമ്മീനാന്ന് തോന്നുന്നുണ്ട്. ഇത്രയും കളറുള്ള ചെമ്മീൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് കാണാനുള്ളത്. പിന്നെ ഉള്ളോട്ട് കയറിയപ്പോഴേക്ക് കുറേ ഉണ്ട് കേട്ടോ. അത് ഞാൻ മൊത്തം എടുത്തിട്ടില്ല. അത് ഞാൻ കുറച്ച് ഏരിയ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മളെ തെരണ്ടിയാണെന്നാണ് ഞങ്ങളിവിടെ ഇതൊക്കെ അതിനെന്ന് പറയാം. പക്ഷേ ഈ സംഭവം ഇത് തെരണ്ടി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പറക്കുന്നുണ്ടപ്പോൾ ഞാൻ വേറെ എന്താണെന്ന് കരുതി കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വെള്ളം ചെറുതായിട്ട് കലങ്ങി വരുന്നുണ്ടോ ഒരു സംശയമുണ്ട്. ഇതുവരെ നിങ്ങൾ കാണാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോയി കാണട്ടെ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടാണ് അവളിങ്ങനെ നോക്കി നിൽക്കേണ്ടതൊക്കെ എന്താ സംഭവം എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ പിന്നെ മത്സ്യകന്യകൻ വരെ ഉണ്ട്. അതിന് എന്താ പറയാമെന്നറിയില്ല. കന്യക എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അവർ നല്ലോണം ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ നിന്നാണെങ്കിൽ അവർ മെനക്കെട്ട് നിന്ന് വരുന്നുണ്ട് കേട്ടോ. നിന്നിട്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതിനൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് നിന്ന് വിളിച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവം അതിനെക്കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ്. നല്ലൊരു എന്താ പറയുക, ഭയങ്കര സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഭയങ്കര ഒരു സൗണ്ടൊക്കെ നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ട് മൂവിത്തെ ഓരോ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ അവർ പോവുകയാണ്.
പിന്നെ ഈ ഏരിയ കുറച്ചുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ കുറച്ച് നിന്ന് എടുത്തിട്ടുണ്ട്. മക്കൾക്ക് ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി, അവർ കാണാത്ത. പിന്നെ എൻ്റെ പാപ്പൻ്റെ മോളൊക്കെ പേടിച്ച് പോയിട്ടുണ്ടോ, അവൾ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ പേടിച്ചു പോയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ചേച്ചിനെ, ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് എന്താ പറയുക കിസ്സും ലവും ഹാർട്ടൊക്കെ തരുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള അവർ നീന്തുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അവരെ ആ ഒരു കോസ്റ്റ്യൂം തന്നെ അങ്ങനെയാണല്ലോ, അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട്. പിന്നെ അവർക്ക് ഫോട്ടോ എടുക്കാനും അതിനായിട്ടൊക്കെ അവർ അത്രയും നേരം അവർ ടൈം ചെയ്ത് നിന്നിട്ടും ഒക്കെ കുറേ ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യുക. അതുവരെ കാണാത്തവർക്കൊക്കെ ഒരു പ്രത്യേക ഒരു വെറൈറ്റി സംഭവമാണ്. ഇതുവരെ ട്രേഡ് സെൻറ്ററിൽ നടന്ന പോലുള്ള പരിപാടിയല്ല. ഇവിടെ സ്റ്റാള് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തതിനെ കൊണ്ടായിരിക്കും നമുക്കൊരു ഒരു ത്രില്ല് പോലെ വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ടണലിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് പോവുകയാണ്. കറക്റ്റ് നമ്മുടെ എന്താ പറയുക ബീച്ചിൽ, കടലിൻ്റെ ഉള്ളിൽ കൂടെ, ബീച്ചിൽ പോയി കടലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്ന കാര്യം കേട്ടോ. കുറേ മീനുകളുണ്ട്. എനിക്കിതിൻ്റെ കറക്റ്റ് പേരെന്നല്ല, പക്ഷേ ഞാൻ എല്ലാത്തിനും കണ്ടത്. നമ്മൾ ചില അക്വേറിയത്തിലുള്ള മീനുകളൊക്കെ ഉണ്ട്, മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടില്ല. ഇത് കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ഇതേപോലെ ഒരു മത്സ്യകന്യകനുണ്ട്. ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ അവരാളെ കാണുന്നില്ല. അത് എന്താ പറയുക, അവരെ ഈ ഓക്സിജൻ്റെ ബാഗൊക്കെ അഴിച്ചിട്ട് പോയതാണ്, അവിടെ കാണുന്നുണ്ട്, അഴിച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ചെറുതായിട്ട് ഫോട്ടോ. പക്ഷേ ഇവിടേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളം ചെറുതായിട്ട് കലക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണാൻ പോവാത്ത ആളുകളാണെങ്കിൽ പോയി കാണാം. പിന്നെ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടും. നിങ്ങൾക്ക് ആരും ഇപ്പോൾ എടുക്കാനില്ല, ഇനി സെൽഫി എടുത്തിട്ട് ക്ലിയർ ആവുന്നില്ല എന്നാണെങ്കിൽ ഈ ഭാഗം കണ്ടല്ലോ, ഇവിടെ അങ്ങ് ഫോൺ വെച്ചിട്ട് കുറച്ച് വിട്ടിക്കുക, എന്നിട്ട് അങ്ങ് എടുക്കുക, അടിപൊളിയായിട്ട് കിട്ടും. അപ്പം ഒറ്റയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ഇമാതിരി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇമാതിരി പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു ഫിഷിൻ്റെ ഏരിയ ഭയങ്കര ഭംഗിയാട്ടോ. എന്താ വെച്ചാൽ കുറേ കളറായതിനെ കൊണ്ട് ഫുൾ നമ്മൾ ഫോട്ടോയിലാണെങ്കിൽ അടിപൊളിയാണ്. ഞാനൊരു ഇത് എടുത്ത ഫോട്ടോസൊക്കെ ഇവിടെ നിന്നാണ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, കുറേ കളറുണ്ട്. അത് ടണലിൻ്റെ ഉൾഭാഗം ഒരു ഭാഗത്തുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് വേറൊരു ഭാഗത്തായിട്ട് സിംഗിളായിട്ട് ഒരു ഭാഗം മാത്രം കാണാനുള്ളതുണ്ട്. പിന്നെ പിക്കിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഷെയർ കൊടുക്കുക. പിന്നെ ഇതുവരെ പോകാത്ത ആളുകൾ എന്തായാലും പോവുക, 120 അടിപൊളിയായിട്ട് കാണാറുണ്ട്. അപ്പോൾ